1960 ഐഡിയൽ ജാവ ഇന്ത്യ ലിമിറ്റഡ് 3500 ലേബേഴ്സുമായിട്ട് മൈസൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിനും ട്വിൻ എക്സോസ്റ്റും ആയിട്ടുള്ള ക്ലാസിക്കൽ ബൈക്കുകൾ ഒരുപാടെണ്ണം ജാവ ഇറക്കി. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാനും ഒരുപാട് സെയിലും ഉണ്ടാക്കാൻ കാരണമായി. പിന്നീട് 1973 250cc SD ബൈക്കുകൾ ഇറക്കുകയാണ്. ആദ്യം ഇറക്കിയ ബൈക്കുകൾ മുതിർന്നവരെ ആകർഷിക്കുന്ന ബൈക്കായിരുന്നെങ്കിൽ ഇത് ഒരുപാട് യങ്സ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ബൈക്കായിരുന്നു. അന്ന് എതിരാളികളില്ലാതെ കച്ചവടം പൊടിപൊടിച്ചുകൊണ്ടിരുന്ന ഇവരുടെ ബൈക്കുകൾക്ക് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചന്ദ്രനിലേക്ക് വിട്ട റോക്കറ്റിന് വരെ മൈലേജിനെ ചൊല്ലി തർക്കം നടക്കുന്ന കാലഘട്ടമായിരുന്നു അത്. അപ്പോഴാണ് ജാപ്പനീസ് നിർമ്മാതാക്കളായ യമഹയും ഹോണ്ടയും ഇന്ത്യയിലേക്ക് വരുന്നത്. അന്ന് ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം വാഹനം നിർമ്മിച്ചുകൊണ്ടിരുന്ന മറ്റു കമ്പനികളുടെ മുമ്പിൽ ജാവയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരികയാണ്. പിന്നീട് ജാവയുടെ ബൈക്കുകൾക്ക് ആവശ്യക്കാർ കുറഞ്ഞു വന്നപ്പോൾ സ്വാഭാവികമായിട്ട് കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നേരിടുകയാണ്. വേറെ വഴിയില്ലാതെ 1996 കമ്പനി അടച്ചുപൂട്ടാണ്. പിന്നീട് 2018 മഹീന്ദ്ര ജാവയെ തിരിച്ചു കൊണ്ടുവരികയാണ്. പക്ഷേങ്കിൽ പ്രതീക്ഷിച്ച ഓളമൊന്നും പുതിയതായി തിരിച്ചു വന്ന ജാവയ്ക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇന്ന് ഇതുവരെ. ഇപ്പോൾ